അതേ സമയത്ത് തന്നെയാണ് കായിക വകുപ്പിന്റെയും സ്പോർട്സ് കൗൺസിലിന്റെയും വിവിധ ഓഫീസുകളെയും കായിക വികസന പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ ഒരു പദ്ധതി. അതിനുവേണ്ടി ഒരു വലിയൊരു കെട്ടിടം, കായിക ഭവൻ എന്ന് പറയുന്ന ഒരു കെട്ടിടം, അതിന്റെ ഉദ്ഘാടനം മാർച്ച് 12-ാം തീയതി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. ആദ്യഘട്ട ഉദ്ഘാടനം എന്നാണ് പറഞ്ഞത്. ആദ്യഘട്ട ഉദ്ഘാടനം. രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിച്ച് 1 മാസം കൊണ്ട് കായിക ഭവന്റെ പണി പൂർത്തിയാക്കും എന്ന് മന്ത്രി പറഞ്ഞത്. ആ ഉദ്ഘാടന ചടങ്ങിനിടയിൽ തന്നെ മാധ്യമപ്രവർത്തകർ നിരന്തരം ചോദിച്ചിരുന്നു, ഇതിന്റെ പണി എവിടെ എത്തിയിട്ടില്ലല്ലോ എന്നുള്ളത്. 1 മാസം കൊണ്ട് അതിന്റെ പണി ഞങ്ങൾ പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞത്. 7 നിലയുള്ള ആ കെട്ടിടത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? 1 നിലയിൽ പോലും പ്രവർത്തിച്ചില്ല. അന്ന് മന്ത്രി പറഞ്ഞതും അന്നത്തെ ഉദ്ഘാടന ചടങ്ങും ഒന്നും നമുക്ക് ഓർത്തെടുത്തിട്ട് വളരെ പെട്ടെന്ന് എത്താം. 3 നിലകളുടെ നിർമ്മാണം ഈ 8.5 കോടി രൂപ ചെലവിൽ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും മെസ്സി വരും എന്ന് പറഞ്ഞതുപോലെ തന്നെയായി ആ കെട്ടിടത്തിന്റെ കാര്യവും 1 മാസത്തിനകം പണി തീരും എന്ന് കായിക മന്ത്രി പറഞ്ഞതാണ്. പണി തീർന്നില്ല, മെസ്സി വന്നില്ല. അക്ഷയ കൃഷ്ണാനന്ദ് ചേരുകയാണ് വിവരങ്ങളുമായി. അക്ഷയ, തലസ്ഥാനത്ത് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് തന്നെ മന്ത്രിയോട് നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ ചോദിച്ചിരുന്നു, ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ കഴിയോ 1 മാസം കൊണ്ട് എന്നുള്ളത്. വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഇതെല്ലാം തീർക്കും, ഇതെല്ലാം വളരെ പെട്ടെന്ന് ഞങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ കായിക ഭവന്റെ അവസ്ഥ എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന 7 നില കെട്ടിടം ഏതെങ്കിലും തരത്തിൽ കേരളത്തിന്റെ കായിക വികസനത്തിനായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിട്ടുണ്ടോ അക്ഷയ? വകുപ്പിന്റെയും കായിക വകുപ്പിന് കീഴിലുള്ള മറ്റു വകുപ്പുകളുടെയും പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സംരംഭം, അതായിരുന്നു കായിക ഭവൻ എന്ന പദ്ധതി എന്നുള്ളത്. ഈ പദ്ധതി മാർച്ച് 12-നാണ് ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നടത്തിയത്. അന്ന് മന്ത്രി പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയായിരുന്നു: എന്തുകൊണ്ടാണ് 1-ാം ഘട്ട പ്രവർത്തനത്തിന്റെ ഉദ്ഘാടന സമയത്ത് കെട്ടിടത്തിന്റെ ഭൂരിഭാഗം പണികളും കഴിയാഞ്ഞത് എന്നുള്ള ചോദ്യത്തിന് അന്ന് പറഞ്ഞത്, 1 മാസം കഴിഞ്ഞ് നിങ്ങൾ എത്തൂ, അന്ന് നിങ്ങൾ നോക്കൂ, അന്ന് ഈ കെട്ടിടത്തിന്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഈ കെട്ടിടത്തിന്റെ നിലവിലുള്ള അവസ്ഥ. 7 നിലകളിൽ പടുത്തുയർത്തുന്ന ഒരു ബിൽഡിംഗ് ആണ്, ഒരു സമുച്ചയമാണ് എന്നുള്ളതാണ് കായിക ഭവൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ പണി കഴിഞ്ഞത് 3 നിലകളിൽ മാത്രമാണ്, പടുത്തുയർത്തിയത് 3 നിലകളിൽ മാത്രമാണ് എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. ഇനിയും നിലകൾ പടുത്തുയർത്തേണ്ടതുണ്ട്. ഈ പടുത്തുയർത്തിയ നിലകളിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനം ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. മാത്രമല്ല, പ്രവർത്തനങ്ങൾ നടക്കുന്നതേയുള്ളൂ. 30 സെന്റ് ഭൂമിയിൽ, 30 സെന്റ്, അതായത് തിരുവനന്തപുരം വാൻഡ്രൂസ് ജംഗ്ഷനിൽ 30 സെന്റ് ഭൂമിയിലാണ് ഈ ഒരു കായിക ഭവൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. 4259 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മന്ദിരം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അത്യാധുനിക സൗകര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നുള്ളതാണ്. 2-ാം ഘട്ട നിർമ്മാണം അതിവേഗം നടത്തുമെന്നാണ് മന്ത്രി അന്ന് പറഞ്ഞത്. പക്ഷേ അതും ഒരു ഉറപ്പുണ്ടായില്ല എന്ന് വേണം കരുതാൻ. അത്തരത്തിൽ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ആദ്യഘട്ടത്തിന്റെ ഉദ്ഘാടനത്തിൽ തന്നെ മന്ത്രിയുടെ ഒരു പരാമർശങ്ങളിലോടും അതുപോലെ തന്നെ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രതിഷേധമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധമായി സംഘടിപ്പിച്ച ഒളിമ്പിക് അസോസിയേഷനെ നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് അവർ പറഞ്ഞത്, നമുക്ക് ഇപ്പോഴും ആ കാര്യത്തിൽ പ്രതിഷേധമുണ്ട്. ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നത്. അതിഥി തൊഴിലാളികൾ ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോയിട്ടുണ്ട്, അത്തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. മാത്രമല്ല, ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ഇതിന്റെ കോൺട്രാക്ട് ചുമതല എന്നുള്ളത്. അവർ നിലവിൽ ഇപ്പോൾ ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ തിരക്കിലാണ്. ആ പണി കഴിഞ്ഞതിന് പൂർത്തിയായതിനു ശേഷമായിരിക്കും മറ്റു പണികളിലേക്ക് കടക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് അന്നും മന്ത്രി പറഞ്ഞത്. ഇന്നും ഇപ്പോഴും അത് ആവർത്തിക്കുന്നത്. എന്തായാലും കൃത്യം മന്ത്രി കാര്യങ്ങൾ പറഞ്ഞ് 1 മാസം കഴിഞ്ഞ് നിങ്ങൾ വന്നു നോക്കൂ, 2-ാം ഘട്ട പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പൂർത്തിയാക്കും എന്ന് പറഞ്ഞ ആ വാക്ക് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾക്ക് പറയേണ്ട ഒരു വസ്തുത എന്നുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലയ്ക്കൊപ്പം അക്ഷയ കൃഷ്ണാനന്ദ്, മീഡിയ 1, തിരുവനന്തപുരം. മന്ത്രി പറഞ്ഞു 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് നോക്കൂ കേട്ടോ. 1 മാസം കഴിഞ്ഞു. അക്ഷയ അവിടെ പോയി നോക്കി. അത്യാധുനിക സൗകര്യം പോയിട്ട് ഒന്ന് ഇരിക്കാനുള്ള സൗകര്യം പോലും ആ കെട്ടിടത്തിൽ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ പറഞ്ഞു പറ്റിക്കലിന്റെ അടുത്ത ഒരു ഉദാഹരണം കൂടിയാണ് നമ്മൾ കണ്ടത്. എന്ത് പണിയാണ് സാർ.